ഒരു നിയമം ഉണ്ടാക്കിയായിരുന്നു. അതായത് പരസ്യത്തിൽ അഭിനയിക്കുന്ന ബ്രാൻഡ് അംബാസഡറും കൂടി പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ ക്വാളിറ്റിക്ക് എന്തെങ്കിലും മോശം ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ബ്രാൻഡ് അംബാസഡർ, അതായത് മമ്മൂട്ടിയായാലും മോഹൻലാലായാലും അവർ കൂടി അതിന്റെ റെസ്പോൺസിബിൾ ആയിരിക്കും എന്നൊരു കൺസ്യൂമർ നിയമം വന്നായിരുന്നു. അതിനെ ചുവട് പിടിച്ച് ഇന്ദുലേഖ എന്ന് പറഞ്ഞ സോപ്പ് തേച്ച ചാത്തുണ്ണി എന്ന് പറഞ്ഞ ഒരാൾ കേസ് കൊടുത്തു. സൗന്ദര്യം നിങ്ങളെ തേടി വരും എന്നായിരുന്നു മമ്മൂട്ടി ആ പരസ്യത്തിൽ ഇന്ദുലേഖ സോപ്പിനെ പറ്റി പറയുന്നത്. ചാത്തുണ്ണി കൺസ്യൂമർ കോടതി ചെന്ന് പറഞ്ഞു സൗന്ദര്യം എന്നെ തേടി വന്നില്ല, ഞാൻ ഈ സോപ്പ് 4 മാസം ഉപയോഗിച്ചു. എന്നിട്ട് ചാത്തുണ്ണിക്ക് എക്സ്പാർട്ടി ആയിട്ട് വിധി കിട്ടി. ഇന്ദുലേഖ കേസ് കണ്ടസ്റ്റ് ചെയ്തില്ല. ഇന്ദുലേഖ അത് കഴിഞ്ഞ് അപ്പീൽ പോയോ സ്റ്റേറ്റ് കൺസ്യൂമർ കോടതിയിൽ നമുക്ക് അതിനെപ്പറ്റി പോയില്ല. പക്ഷെ ഈ കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. പക്ഷെ അതിനുശേഷം ഈ ബ്രാൻഡ് അംബാസഡർമാരെ പൊതുവെ ബുദ്ധിമുട്ടിക്കാണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യാതായി. നിയമം എഴുതി വെച്ചു, പക്ഷെ സ്ട്രിക്റ്റ് ആയിട്ട് ബ്രാൻഡ് അംബാസഡർമാരെ പുറകെ പോയില്ല കൺസ്യൂമർ കോർട്ടുകൾ. ഇപ്പോൾ ഈ ED ജയസൂര്യക്കെതിരെ 39 ലക്ഷം രൂപ കണ്ടുകിട്ടിയത് അറിഞ്ഞു കാണും. അപ്പോൾ റയർ ആയിട്ടാണ് ഇപ്പോൾ ബ്രാൻഡ് അംബാസഡർമാരെ ബുദ്ധിമുട്ടിക്കുന്നത്. അവരുടെ പുറകെ ഇപ്പോൾ എന്തെങ്കിലും അവർക്ക് അതിൽ പങ്കുണ്ട്, ഒരു സൈലന്റ് പാർട്ണർഷിപ്പോ മറ്റോ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ ബ്രാൻഡ് അംബാസഡർമാരെ പുറകെ പോകുന്നുള്ളൂ. പരസ്യത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ആ നിയമം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. ബ്രാൻഡ് അംബാസഡർമാരുടെ പുറകെ പോകുന്നില്ല കോടതി.